എനിക്ക് ആണുങ്ങളോട് പറയാനുള്ളൂ, നിങ്ങൾ കടമെടുത്തിട്ടാണെങ്കിലും ലോൺ എടുത്തിട്ടാണെങ്കിലും നിങ്ങളൊരു ബൈക്കോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കാറോ വാങ്ങിക്കുക, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇനി പോവുക. അക്കൗണ്ട് അങ്ങ് പ്രൈവറ്റ് ആക്കി കഴിഞ്ഞാൽ ഇട്ട വീഡിയോയും പോകുമെന്നാണ് വിചാരം. എങ്കിലല്ല, എന്തോരം ആൾക്കാരുടെ കയ്യിലുണ്ട്, ഞാനും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് വീഡിയോ. ഈ വീഡിയോയിൽ മാനസിക സാമൂഹിക ഭയങ്കര കടുകട്ടി വാക്കൊക്കെയാണ്. ഈ വീഡിയോയിൽ ക്ലിയർ ആണ്. ആൾക്കാരെ ഇറങ്ങാൻ നിൽക്കുന്ന സമയം പുള്ളിയുടെ കൈയൊന്നും അറിയാതെ മുട്ടി, സത്യമാണ്. പിന്നെ ഈ വീഡിയോ എടുത്ത പെങ്കൊച്ച് എന്തൊരു ഒരാള് ഇയാളുടെ ദേഹത്ത് മുട്ടുന്ന ഇഷ്ടമല്ലെങ്കിൽ ഇങ്ങനെ ചിരിക്കുമോ? നീ നോക്ക്, ആ ചിരി കണ്ട എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ അങ്ങോട്ട് കയറി നിന്ന് കൊടുക്കണു, എന്നിട്ട് മുട്ടിക്കണു. ഇതാണ് സംഭവിച്ചത്. ഇവളുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. മരിച്ചു പോയ ആ വ്യക്തിയുടെ മുഖം മരിച്ചതിന് ശേഷവും വീണ്ടും നിങ്ങൾക്ക് കാണിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. അത് ബ്ലർ ചെയ്യാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇവളുടെ മുഖം കാണിക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാത്രമല്ല, ബാക്കിയുള്ള ചാനൽസ്, അതായത് ന്യൂസ് ചാനൽസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. വേറെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തുറന്ന് കാണിക്കാമല്ലോ, ഇത് മാത്രം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ എന്തെങ്കിലും ഒരു കേസ് വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു പെണ്ണിനെ തൊട്ടു എടുത്തു എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മുഖം നിങ്ങൾക്ക് വ്യക്തമായിട്ട് ന്യൂസിൽ കാണിക്കാമല്ലോ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് കാണിക്കരുത്. ഇത് പെങ്കൊച്ചല്ലേ കാണിക്കരുത് കേട്ടോ, നിങ്ങൾ കാണിക്കരുത്. മോശമാണ്, ഒരിക്കലും കാണിക്കരുത്. ന്യൂസ് ചാനൽ നിങ്ങൾ കാണിക്കരുത്. പക്ഷേ ഞങ്ങൾക്ക് കാണിക്കാം. എൻ്റെ അക്കൗണ്ട് നിങ്ങൾ ഇനി റിപ്പോർട്ട് അടിച്ചാലും സാരമില്ല. ദൈവപ്പെണ്ണ് തന്നെ, ഇവിടെ തന്നെ ഞാൻ കാണിക്കും, മുഖം ഞാൻ കാണിക്കും. എന്താണ് ഈ മനുഷ്യൻ ചെയ്തത് എനിക്കറിയത്തില്ല. പുള്ളിക്കാരത്തിൻ്റെ ആ ചിരിച്ച മുഖം കണ്ടില്ലേ, എന്ത് ചിരിയാ! ഒരാളിങ്ങനെ തൊടുമ്പോൾ എന്ത് ചിരിയാ! ഇങ്ങനെ ഫേസ് കാണിക്കരുത് കേട്ടോ, ന്യൂസ് ചാനൽ ഫേസേ കാണിക്കരുത്. ഇത് കണ്ടാലേ അറിയാം, പക്ക അവർക്കൊരു റീച്ച് കിട്ടാൻ വേണ്ടി ചെയ്തൊരു പരിപാടിയാണ്. ഒരു വാർത്തയിൽ ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഒരു സെയിൽസ്മാൻ ആണ്. സെയിൽസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ മനസ്സിൽ, പുള്ളി ജോലിയുടെ ഭാഗമായിട്ട് പുള്ളിയോടെ യാത്ര ചെയ്തതാണ്. ആ വ്യക്തിയുടെ മനസ്സിൽ ഒരിക്കലും ഇങ്ങനത്തെ വരില്ല. എങ്ങനെ ആ ഒരു പ്രഷർ, നമ്മുടെ ഒരു ഫാമിലി പ്രഷറിനെക്കാട്ടിലും അല്ലെങ്കിൽ സ്ട്രെസ്സിനെക്കാട്ടിലും കൂടുതൽ വർക്ക് പ്രഷർ കിട്ടുന്ന ഒരു ജോബാണ് സെയിൽസ് എന്ന് പറയുന്നത്. ആ മനുഷ്യന് ഒന്നും ചെയ്തില്ല. നിങ്ങൾക്ക് വീഡിയോയിൽ കൃത്യം ഒന്നും ചെയ്തിട്ടില്ല. ഈ പെങ്കൊച്ചാണ് അങ്ങോട്ട് ചെന്ന് മുട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഇവള് ചിരിക്കുകയാണ്. സത്യത്തിൽ ഇവക്കൊരു ഇതിന് വേണ്ടി അവൾ ചെയ്തതല്ലേ. ഞാൻ കണ്ടെടുത്തോളം ഒരു റീച്ച് കിട്ടാൻ വേണ്ടി ഇവള് ചെയ്തു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത് ഞാൻ പറയാം. കുറേ പേര് വീഡിയോസ് ചെയ്യും, 2-3 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ ചർച്ചാ വിഷയം ഇതായിരിക്കും. അതിനുശേഷം പുതിയൊരു കേസ് വരുമ്പം എല്ലാവരും ആ ഒരു ഇതിലോട്ട് പോകും. ഇതെന്തായാലും തേഞ്ഞുമാഞ്ഞു പോകും. അവൾ കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും കുറേ വീഡിയോസും കാര്യങ്ങളും ഇടും. ഇതാണ് നടക്കാൻ പോകുന്നത്. ആർക്ക് പോയി? ആ പുള്ളിയുടെ കുടുംബത്തിന് പോയി, അല്ലേ? ഇല്ലെങ്കിൽ ഇതിന് നല്ലൊരു ശിക്ഷ ആ ഒരു സ്ത്രീക്ക് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഇതുപോലുള്ളതൊക്കെ ഇനി വളരെ കുറയത്തുള്ളൂ. കൂടി നിൽക്കുന്ന ബസ്സിൽ ഇതുപോലുള്ള ഇതൊക്കെ സർവ്വസാധാരണമാണെന്നും പറഞ്ഞിട്ട് മനഃപൂർവ്വം ചെയ്യുന്നതും മനഃപൂർവ്വം അല്ലാതെ ചെയ്യുന്നതും തിരിച്ചറിയാനുള്ള പക്വത ഇല്ലാത്ത ഒരു വ്യക്തിയോട് നമ്മൾ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് കേരള പോലീസോ ഇതിപ്പം ഭരണാധികാരികൾ ഇതിൻ്റെ പേരിൽ എന്തെടുക്കുമെന്ന് എനിക്കറിയത്തില്ല. പുള്ളി എന്തായാലും ആത്മഹത്യാക്കുറിപ്പൊന്നും എഴുതി വെച്ചിട്ടായിരിക്കത്തില്ലല്ലോ മരിച്ചത്. അപ്പോൾ പിന്നെ ഇത് കേസ് നിങ്ങൾ തള്ളിക്കളയുന്നത് നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം. പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ ആണുങ്ങൾ ഓട്ടോയിലോ വല്ല ബൈക്കിലോ അങ്ങനെയൊക്കെ പോകും. ഇല്ലെങ്കിൽ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കും. ഒരു 3-4 മാസം കഴിയുമ്പോൾ ഇവളുമാർ വീണ്ടും വന്നിങ്ങനെ കുറേ വീഡിയോസ് എടുത്തിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കും. എനിക്ക് ഇത്രേ പറയാനുള്ളൂ.